ODPC, Overseas Development and Employment Promotion Consultants Limited. ഇതൊരു കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. ഈ വെബ്സൈറ്റിൽ പറയുന്നത് ഇത് 1977 സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ODPC എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ല, ODPC ലിമിറ്റഡ് എന്ന് പറയുന്ന ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് വളരെ സെക്യൂർഡ് ആയിരിക്കും. ഇത് ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇത് മറ്റു ജോബ് പോർട്ടൽസ് എല്ലാം പോലെ തന്നെ സെയിം ആണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്. അതായത് മറ്റ് മോൺസ്റ്ററോ അല്ലെങ്കിൽ ടൈംസ് ജോബ്സ് ഒക്കെ പോലെ തന്നെയാണ്. ഇത് അത് രജിസ്റ്റർ ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിന് മാച്ചിങ് ആയിട്ടുള്ള ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിന്റെയും പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈവൻ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതാണെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കാം. രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അതിൽ നമ്മുടെ മെയിൽ ID കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 8 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. 8 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം അതിനകത്ത് ഒരു ലോവർ കേസ് വേണം, ഒരു അപ്പർ കേസ് വേണം, ഒരു ഡിജിറ്റ് വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. നോർമൽ ഇപ്പൊ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ തന്നെ സെക്യൂരിറ്റിയുടെ ഒരു റീസൺ കാരണം ആ രീതിയിൽ ഉള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. നമ്മൾ നെയിം എൻ്റർ ചെയ്യുക. പിന്നെ മറ്റു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എന്നിവയൊക്കെ എൻ്റർ ചെയ്യുക. നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുക. മറ്റേതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ കൊടുക്കുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ റിലീജിയൻ സെലക്ട് ചെയ്യുക. മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് റെസ്യൂമേയുടെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫയല് സെലക്ട് ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ചൂസ് ഫയൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആ ഫയലിന് ചില കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. 1 MB ആയിരിക്കണം അതിന്റെ മാക്സിമം ഫയൽ സൈസ്. അത് താന്നൊരു ഫയൽ വേണം. പിന്നെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഡോക് ഫയലോ PDF ഫയലോ അല്ലെങ്കിൽ ODT ഫയലോ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ആകത്തുമില്ല, നമ്മളത് അക്കൗണ്ട് രജിസ്റ്റർ ആകത്തില്ല. പിന്നെ അതുപോലെ നമ്മുടെ ജോബ് അന്വേഷിക്കുന്ന ആളുടെ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഫ്രഷർ ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളത്. കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജോബ് ആണെങ്കിൽ ഫ്രഷർ പ്രസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. പിന്നീട് അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ റിക്രൂട്ട്മെന്റ് കാറ്റഗറി, അതായത് നമ്മൾ എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ ജോലി അന്വേഷിക്കുന്നത്. ഇന്ത്യയിലാണോ, ഡൊമസ്റ്റിക് ആണോ, അല്ലെങ്കിൽ അത് ഓവർസീസ് ആണോ, ഇന്ത്യക്ക് വെളിയിലാണോ നമ്മൾ ജോലി അന്വേഷിക്കുന്നത്. നമുക്ക് ഒന്നുകിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് 2 സെലക്ട് ചെയ്യാം. അത് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ആണെങ്കിൽ 100 രൂപ DD നമ്മൾ കൊടുക്കണം, എന്നാലേ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ. അതേപോലെ ഓവർസീസ് ആണെങ്കിൽ അതിന് മറ്റ് 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് പ്രൊഫഷണൽസ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, അവർക്ക് 600 രൂപയാണ് ഓവർസീസ് ജോലി നോക്കുന്നത്. സ്കിൽഡ് ഓർ സെമി സ്കിൽഡ് 250 രൂപയാണ്. ലാസ്റ്റ് ഗ്രേഡ് ഓർ അൺസ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളിപ്പോ ഈ നോർമൽ രീതിയിൽ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ കാറ്റഗറി ആവശ്യമായിട്ട് വരും. അതായത് പ്രൊഫഷണൽ ആണോ, സ്കിൽഡ് ആണോ, ലാസ്റ്റ് ഗ്രേഡ് ആണോ എന്നുള്ള ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈവൻ ജോബ് സെർച്ച് ചെയ്യുമ്പോഴും, ഈവൻ അക്കൗണ്ട് ഇല്ലാത്ത ഒരു ഔട്ട്സൈഡ് സെർച്ച് ചെയ്യുമ്പോഴും വരുന്നുണ്ട്. നോട്ട് ചെയ്യുക, ആരാണ് പ്രൊഫഷണൽ എന്നുള്ളത് പറയുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വേണം, പിന്നെ ക്വാളിഫിക്കേഷൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ അവർക്ക് 70 രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഓവർസീസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്കിൽഡ് ഓർ സെമി സ്കിൽഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് ആ 250 പ്ലസ് 100 കൊടുത്താൽ മാത്രമേ എനിക്ക് ചേർന്നതായിട്ടുള്ള ജോബ്സിനകത്ത് സെർച്ച് ആവുള്ളൂ, സ്റ്റാർട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ അപ്പോഴേ പൂർണ്ണമാകും. ഓക്കെ, ഇത് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാം. എപ്പോഴും നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനതൊരു വേറെ ടാബിൽ അത് ഓപ്പൺ ചെയ്യാം. കുറെ ഉണ്ട്, സമയം പോലെ എല്ലാവരും ഒന്ന് വായിക്കുക, അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. മീൻസ് എല്ലാ ടേംസും പറയുന്നുണ്ട്. ടിക്ക് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇനി 2 സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ള പോർഷനാണ്. അതിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ കിട്ടിയെന്നുള്ളത്, യൂണിവേഴ്സിറ്റി, കോളേജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ചോദിക്കും. നമ്മുടെ മാർക്ക്, എന്ത് സ്റ്റഡിയാണ് നമ്മൾ ചെയ്തത്, അത് എവിടെ വെച്ചാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് വീണ്ടും അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു കോഴ്സ് കഴിഞ്ഞ് മറ്റൊരു കോഴ്സ് ആഡ് ചെയ്യാൻ താഴത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ മറ്റെന്തെങ്കിലും സർട്ടിഫൈഡ് കോഴ്സസോ ഡിപ്ലോമ കോഴ്സസോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ ജോബ് സ്കിൽസ്, അത് അതിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അഡീഷണൽ ഉണ്ടെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രോജക്ട് ഡീറ്റെയിൽസ് അതിനകത്ത് ചോദിക്കുന്നുണ്ട്. എന്ത് പ്രോജക്റ്റ് ആണ് ചെയ്തത്, നിങ്ങളുടെ റോൾ എന്തായിരുന്നു, എന്നോട്ടാണ്, എന്താണ് ഡെസിഗ്നേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. പിന്നെ വർക്ക്ഷോപ്പ് ഓർ സെമിനാർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതെല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം ഈ സെക്കൻഡ് സ്റ്റെപ്പും കഴിയും. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ്സ് കിട്ടുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ഇതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ കറണ്ട് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മളതിവിടെ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഫങ്ഷണൽ ഏരിയ, ജോബ് റോൾസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ചേർന്ന് സെലക്ഷൻസ് അവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അവിടെ സെലക്ട് ചെയ്യാം എത്ര വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കീ സ്കിൽസ്, നമ്മളവിടെ എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ട്, നമ്മളവിടെ എന്തൊക്കെ സ്കിൽസ് വേണമായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ പ്രിഫറൻസ്, നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ജോലി നോക്കുന്നത് എന്ത് ടൈപ്പ് ഇൻഡസ്ട്രിയിലേക്കാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അതെന്ത് ജോബ്, ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്ന് കൊടുക്കുക. എക്സ്പെക്ടഡ് സാലറി കൊടുക്കുക, അത് നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ കൊടുക്കാം. പിന്നെ അത് എന്ന് തൊട്ട് ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ പ്രിഫേർഡ് വർക്ക് ലൊക്കേഷൻ കൊടുക്കാം. ഇന്ത്യ വേണോ പുറത്ത് വേണോ, അങ്ങനെയാണ് എവിടെയാണെങ്കിലും നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട്, ഇന്ത്യ ആണെങ്കിൽ ഏത് സ്റ്റേറ്റിൽ വേണം, അവിടെ ആണെങ്കിൽ ഏത് ലൊക്കേഷനിൽ വേണം എന്നൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഓക്കെ, വർക്ക് ലൊക്കേഷൻ നമുക്ക് പ്രിഫേർഡ് വർക്ക് ലൊക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് പ്ലസ് ബട്ടൺ എന്താണെങ്കിലും ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ എടുത്ത ലൈൻ ഡിലീറ്റ് ആയി പോകും. പിന്നെ ഇപ്പോൾ നമ്മൾ കറണ്ട് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം. കറണ്ട് കമ്പനി ഏതാണോ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡെസിഗ്നേഷൻ കൊടുക്കാം. എന്ന് മുതൽ വർക്ക് ചെയ്യുന്നു, ഈ പ്രസന്റ്. ഓക്കെ, അറ്റ് പ്രസന്റ് നമ്മൾ അവിടെ വർക്ക് ചെയ്യാണ്. ജോബ് പ്രൊഫൈലിൽ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. വീണ്ടും ആഡ് ചെയ്യാം. അതിന് തൊട്ട് മുമ്പത്തെ ജോലി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് സേവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു. ഇവിടെ നമുക്ക് പെർമനന്റ് അഡ്രസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ മറ്റെവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ആ കോൺടാക്ട് അഡ്രസ് നമുക്ക് അവിടെ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഒരു ഓൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണം. പിന്നെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ നാഷണാലിറ്റിയും കാര്യങ്ങളും കൊടുക്കുക. ഇവിടെ കൺട്രി സെലക്ട് ചെയ്യാം, സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം, ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന്റെ പ്രത്യേകത ഇതുകൊണ്ട് സൈസ് പ്രശ്നമുണ്ട്. 200 KB താഴെയുള്ള ഫയലുകൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതും JPEG, GIF, PNG ഫോർമാറ്റ്സിലുള്ള ഈ മൂന്നിലേതെങ്കിലും ഒരു ഫോർമാറ്റുള്ള ഫോട്ടോ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നീട് അടുത്ത വരുന്നത് നമ്മുടെ ലാംഗ്വേജിന്റെ ഏതൊക്കെ ലാംഗ്വേജ് ആണ് നമുക്ക് അറിയാവുന്നതെന്ന് കൊടുക്കണം. അത് നമുക്ക് ലെവൽ ആഡ് ചെയ്യാം. പല ലാംഗ്വേജസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ തമിഴ് സെലക്ട് ചെയ്യാം, സ്പീക്കിൽ മാത്രം ക്ലിക്ക് ചെയ്യാം.
മലയാളം എന്ന് പറയുമ്പോൾ അത് എഴുതാനും വായിക്കാൻ എല്ലാം അറിയാം, ടിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓരോ ലാംഗ്വേജിലുള്ള കഴിവാണ് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ വർക്ക് ഓതന്റിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ, US സ്റ്റാറ്റസ് ആണ് അവർ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാം, അതിന്റെ ഇഷ്യൂ ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് മറ്റ് കൺട്രീസിലുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ കൺട്രോൾ സെലക്ട് ചെയ്ത് കൺട്രോൾ പ്ലസ് സെലക്ട് ചെയ്താൽ മതി. പാസ്പോർട്ട് നമ്പർ അവിടെ കൊടുക്കാം. പിന്നീട് നമ്മൾ ഫിസിക്കലി ചലഞ്ചഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും വികലാംഗരാണെങ്കിൽ അത് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്നാണ്. ഞാൻ കാര്യമായ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി, കാരണം അതിന്റെ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ പ്രൊഡക്ഷൻ വേണ്ടി ക്രിയേറ്റ് ചെയ്താണ്. അപ്പൊ അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം, ഈ ഗ്രീൻ കളറിലുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോഴും നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടില്ല. Please make the payment of 350 rupees for domestic and overseas recruitment. Make your payment through DD payable at Trivandrum, drawn in favor of ODPC Limited. On completion of payment details entry, take a printout of the application form and send to ODPC office along with the demand draft. Okay, അതായത് ഇപ്പൊ ഞാൻ രണ്ട് സെലക്ട് ചെയ്തു, ഡൊമസ്റ്റിക്കും ഓവർസീസും. സോ 100 പ്ലസ് 350 രൂപ ഞാൻ ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആവുകയുള്ളൂ, ജോബ് സെർച്ചിങ് സ്റ്റാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ അതിനൊരു DD എടുക്കുക. അതിനുശേഷം ഈ സൈറ്റിൽ കണ്ടോ DD ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ ഞാൻ DD ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം ആ ലിങ്കിൽ DD ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം അപ്പോൾ നമുക്കൊരു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ആ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ DDയും ഇതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത് DDയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഫോം. ഇതിനകത്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഡൊമസ്റ്റിക് ഇപ്പോൾ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വേണ്ട, ഓവർസീസ് നമുക്ക് സെലക്ഷൻ ഇവിടെ മാറ്റാം. എമൗണ്ട് അവർ പറയുന്നുണ്ട് 250, 100, 350. DDയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട് എടുക്കുക. നമ്മുടെ കയ്യിൽ എടുത്തിട്ടുള്ള DDയും കൂടെ ചേർത്തിട്ട് ഇവരുടെ അഡ്രസ്സിലേക്ക് അയക്കാനാണ് പറയുന്നത്. ഇവരുടെ അഡ്രസ്സ് ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെ കൊടുക്കുന്നുണ്ട്. ODPC Limited TC 27/7741 എന്നൊക്കെ പറഞ്ഞ വഞ്ചിയൂർ, ആ അഡ്രസ്സിലേക്ക് ഈ DD അയച്ച് കൈ കിട്ടി കഴിയുമ്പോൾ മാത്രമാണ് ഇത് പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ആവുക. ഓക്കെ, പിന്നെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ലോഗോട്ടിന് താഴെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ നോട്ടിഫിക്കേഷൻ ഉള്ള ഓപ്ഷൻസ് വരും. അത് ഡിഫോൾട്ട് ആയിട്ട് അത് ഡിസേബിൾഡ് ആയിരിക്കും. നമ്മളത് പോയി സെലക്ട് ചെയ്യണം. അതായത് ജോബ് സംബന്ധമായിട്ടുള്ള മാച്ചിങ് ജോബ് സംബന്ധമായിട്ടുള്ള മെയിലുകൾ വേണമെന്ന് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. ഇനി ODPCയിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് മറ്റെന്തെങ്കിലും പുതിയ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇമെയിൽ അപ്ഡേറ്റ്സ് ഫ്രം ODPC ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അത് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ റെസ്യൂമേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ ഹൈഡ് ചെയ്ത് വെക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്തു പക്ഷെ അത് ആരും കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നമ്മൾ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും റീസൺ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് അവിടെ കൊടുക്കാം. ഇത് കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ODPC ജോബ് പോർട്ടലിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയ കാര്യമാണ്. Okay, thank you for watching me.